ഇത് നമ്മുടെ ഓഫീസ് ഓണം ഡേ 2 ആയിട്ടുള്ള ഇന്ന് പായസം മേക്കിംഗ് കോമ്പറ്റീഷനാണ്. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ സാരിയൊക്കെ കൊടുത്ത് സുന്ദരിയായിട്ട് നിൽക്കുന്നത്. അപ്പോൾ പായസം മേക്കിംഗ് കോമ്പറ്റീഷന് നമ്മുടെ ടീം ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഏതാണെന്നുള്ളത് ഞാൻ ലാസ്റ്റ് പറയാം. 5 പേരായിരുന്നു ആ ടീമിലുണ്ടായിരുന്നത്. അതിലൊരാൾ ഞാനായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഇത് വീഡിയോയ്ക്ക് വേണ്ടിയിട്ടുള്ള പ്രശ്നം മാത്രമാണ്. പക്ഷേ ഞാൻ പണിയെടുത്തു കേട്ടോ. ഞാൻ കുറേയൊക്കെ പണിയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ ടീം നല്ല അടിപൊളിയായിട്ട് പായസമൊക്കെ വെച്ചു. ടേസ്റ്റ് ചെയ്തപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. എന്താണെന്നറിയില്ല കേട്ടോ, ഈ ഓണം സീസൺ മൊത്തം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ട്. ഞങ്ങളുടെ പെർഫോമൻസ് ആണെങ്കിലും ഞങ്ങളുടെ ക്രിയേറ്റിവിറ്റി ആണെങ്കിലും നമ്മുടെ എല്ലാ കാര്യങ്ങളും. പക്ഷേ ഞങ്ങൾക്ക് ഒന്നിനും അങ്ങോട്ട് പ്രൈസ് കിട്ടുന്നില്ല. എന്താ കാര്യമൊന്നും എനിക്കറിയാൻ മേല. ആര് കണ്ണ് വെച്ചിട്ടാണെന്നും എനിക്കറിയാൻ മേല. എന്തായാലും പ്രൈസ് ഒന്നുമില്ല, പക്ഷെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ട്. ഒരു കണക്കിന് പറഞ്ഞാൽ അതൊരു വലിയ കാര്യമാണല്ലേ. ലൈക്ക് ബാക്കിയുള്ളവർക്ക് ഇഷ്ടപ്പെടുന്നുണ്ടല്ലോ നമ്മൾ പ്രസൻറ്റ് ചെയ്യുന്ന കാര്യമൊക്കെ. അപ്പോൾ ഈ നമ്മുടെ പായസം കോമ്പറ്റീഷൻ നടക്കുന്നതിനിടയ്ക്ക് അവിടെ നമ്മുടെ ചേച്ചിമാരുടെ പാട്ടൊക്കെ ഉണ്ടായിരുന്നു. ആ പാട്ടൊന്നും ശരിക്കും പറഞ്ഞാൽ അതൊന്നും കേൾക്കാൻ പോലും പറ്റില്ല കേട്ടോ. ഫുൾ ഇവിടെ ഓട്ടപ്പാച്ചിലായിരുന്നു. ബാക്കിയുള്ള ടീമൊക്കെ ഭയങ്കര ഡെക്കറേഷനായിരുന്നു. ഞങ്ങൾ ശരിക്കും ഉണ്ടാക്കിയത് കപ്പലണ്ടി പായസമായിരുന്നു. അപ്പോൾ അതിന് ഞങ്ങളിട്ട പേര് വറുത്തരച്ച കപ്പലണ്ടി പായസം എന്ന് പറഞ്ഞ് കപ്പലണ്ടി കുറച്ച് ഐറ്റംസ് ഒക്കെ വെച്ചിട്ട് നാടൻ സ്റ്റൈലിലുള്ള ഒരു ഡെക്കറേഷനൊക്കെയാണ് ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ളവരൊക്കെ ഭയങ്കര ആർഭാടമായിട്ടാണ് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ ഭയങ്കര സിമ്പിളായിട്ടാണ് ചെയ്തത്. ഷെഫിന് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് ജസ്റ്റ് മിസ്സിനാണ് പ്രൈസ് പോയിട്ടുണ്ടായിരുന്നത്. ബട്ട് ഇറ്റ്സ് ഓക്കെ. എഗെയിൻ പാർട്ടിസിപ്പേഷൻ ഒരു വലിയ കാര്യമാണല്ലോ. അങ്ങനെ പായസം മേക്കിംഗ് കോമ്പറ്റീഷന് നല്ല രീതിയിൽ തന്നെ എൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ അടുത്ത് ജഡ്ജ് വന്ന് ചോദിച്ചപ്പോഴത്തേനും ഞങ്ങൾ ലൈക്ക് എല്ലാം നല്ല രീതിക്ക് തന്നെ എക്സ്പ്ലെയിൻ ചെയ്തു. എല്ലാം നല്ല രീതിക്ക് തന്നെ പറഞ്ഞു. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ആൻഡ് ടേസ്റ്റ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെ മൊത്തത്തിൽ ജഡ്ജ് ഹാപ്പിയാണ്. സോ അത് ഞങ്ങൾക്കും ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഹാപ്പിയായി. കാരണം നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം ബാക്കിയുള്ളവർക്ക് ഇഷ്ടപ്പെടുക എന്ന് പറയുമ്പോൾ അതൊരു വലിയ കാര്യമാണല്ലോ. അങ്ങനെ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ജഡ്ജ്മെൻറ്റിലൊക്കെ കഴിഞ്ഞിട്ട് ആക്ച്വലി നമ്മുടെ ഓഫീസിലുണ്ടായിരുന്ന നമ്മുടെ ആസ്ഥാന ആങ്കർ ചേച്ചി പോയി ഓഫീസിൽ നിന്ന്. സോ ആ ഒരു സ്ഥാനത്തേക്ക് തൽക്കാലത്തേക്ക് ഞാനാണ് വന്നിട്ടുണ്ടായിരുന്നത്. അതുമാത്രം എനിക്ക് വീഡിയോ കിട്ടിയില്ല. ബട്ട് ഇറ്റ്സ് ഓക്കെ. എന്തായാലും ഞാനാണ് പറഞ്ഞത്, നിങ്ങളത് പറഞ്ഞല്ലോ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ അവസാനം റിസൾട്ടൊക്കെ അനൗൺസ് ചെയ്തു. പിന്നെ ആ ജയിച്ച ടീമിൻ്റെ ആഹ്ലാദ പ്രകടനങ്ങളായിരുന്നു. അതൊന്നും കാണാൻ ഞങ്ങൾ നിന്നില്ല. കാരണം ഞാൻ ഇൻവെർട്ടറാണല്ലോ. അപ്പോൾ എനിക്ക് ഇഷ്ടമല്ലല്ലോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളുടെ പണി നോക്കിപ്പോയി ഗായ്സ്. ഞങ്ങളുടെ പണി നോക്കിപ്പോയി. അത് കഴിഞ്ഞ് ഇതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ട് ഉണ്ട് കേട്ടോ. ഇത് രാവിലെ ആയിരുന്നു പായസം മേക്കിംഗ് കോമ്പറ്റീഷൻ. ആൻഡ് ആഫ്റ്റർനൂൺ വേറൊരു കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു. അതിൻ്റെ വ്ളോഗ് എന്താണെന്നുള്ളത് അടുത്തതായിട്ട് വരും. അപ്പോൾ അത്രയുള്ളൂ. ബൈ.